ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂലൈ 14 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ കറണ്ട് അഫേഴ്സും PDF ഫോർമാറ്റിൽ ഇന്നലെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സിലെ ഹെഡിങ്സ് ആണ്: രാഷ്ട്രപതി മുർമു രാജ്യസഭയിലേക്ക് 4 പേരെ നാമനിർദ്ദേശം ചെയ്തു. IPS ഓഫീസർ ആയിട്ടുള്ള സൊനാലി മിശ്ര ഇന്ത്യയിലെ ആദ്യത്തെ RPF വുമൻ ഡയറക്ടർ ജനറൽ. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ശിവ 2025 ലോഞ്ച് ചെയ്തു. ഇന്ത്യയുടെ 87ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായിട്ട് ഹരികൃഷ്ണ A. ജിൻജി ഫോർട്ടും ഇന്ത്യയിലെ മറാത്ത ഫോർട്ടും യുനെസ്കോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടി. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രസിഡന്റ് മുർമു നോമിനേറ്റ്സ് 4 ടു ദി രാജ്യസഭ. രാഷ്ട്രപതി മുർമു രാജ്യസഭയിലേക്ക് 4 പേരെ നാമനിർദ്ദേശം ചെയ്തു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ ആരെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 ജൂലൈ 13 കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്? സാമൂഹിക പ്രവർത്തകൻ C. സദാനന്ദൻ മാസ്റ്റർ. 4 പേരാണ് ഈ പ്രാവശ്യം ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ഇതിൽ ഒന്ന് കേരളത്തിലെ സാമൂഹിക പ്രവർത്തനം റിട്ടയർഡ് മാഷുമായിട്ടുള്ള സദാനന്ദൻ മാസ്റ്ററെയാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80 ക്ലോസ് 3. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 80 ക്ലോസ് 3 പ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത 4 പേരെ. സമൂഹത്തിലെ പ്രഗത്ഭരായ വ്യക്തികളെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഇതനുസരിച്ച് 4 പേരെയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80 ക്ലോസ് 3 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. 2025 ജൂലൈ 13 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തു? 4 പേരെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അതിൽ ഒന്ന് ലോയർ ആയിട്ടുള്ള ഉജ്വൽ നിഗം, കൂടാതെ RSSന്റെ ലീഡറും ഒപ്പം സാമൂഹിക പ്രവർത്തകനും റിട്ടയർഡ് മാഷുമായിട്ടുള്ള C. സദാനന്ദൻ മാസ്റ്റർ, ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ഹർഷ് വർദ്ധൻ സിംഗ്ല, കൂടാതെ അക്കാഡമിയിൽ പ്രഗത്ഭയായിട്ടുള്ള മീനാക്ഷി ജെയിൻ എന്നിവരെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: IPS സൊനാലി മിശ്ര ബിക്കംസ് ഫസ്റ്റ് വുമൻ ഡയറക്ടർ ജനറൽ ഓഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF. IPS സൊനാലി മിശ്ര റെയിൽവേ സംരക്ഷണ സേനയുടെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരായിരിക്കും? സൊനാലി മിശ്ര. RPFന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ആ ഏറ്റവും ടോപ്പ് ലെവൽ പോസ്റ്റിലേക്ക് എത്തുന്നത്, അതായത് ഡയറക്ടർ ജനറൽ എന്ന പോസ്റ്റിലേക്ക് എത്തുന്നത്. ഇത് IPS ഓഫീസർ ആയിട്ടുള്ള സൊനാലി മിശ്രയാണ്. സൊനാലി മിശ്രയെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച മന്ത്രാലയം ഏതാണ്? പേഴ്സണൽ മന്ത്രാലയം. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ് സൊനാലി മിശ്രയെ ഈ ഒരു സ്ഥാനത്തേക്ക് എടുത്തിട്ടുള്ളതും. പേഴ്സണൽ മിനിസ്ട്രി ആണ് ആ ഒരു ഓർഡർ നൽകിയിട്ടുള്ളത്. അതായത് സൊനാലി മിശ്ര RPFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ടും RPFന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, ഒരു വനിതാ അപ്പോയിന്റ്മെന്റ് ആണ് സൊനാലി മിശ്രയുടെ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? 1957. 1957 അതായത് അത്രയും പഴക്കം ചെന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഇന്ന് റെയിൽവേയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്ന ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യൻ ആർമി ലോഞ്ചസ് ഓപ്പറേഷൻ ശിവ 2025 ഫോർ അമർനാഥ് യാത്ര സെക്യൂരിറ്റി. അമർനാഥ് യാത്ര സുരക്ഷയ്ക്കായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ ശിവ 2025 ആരംഭിച്ചു. ഓപ്പറേഷൻ ശിവ എന്നത് അമർനാഥ് യാത്രയ്ക്കുള്ള ഒരു ഓപ്പറേഷൻ ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അമർനാഥ് യാത്രയ്ക്കായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ശിവ 2025. ഈ കഴിഞ്ഞ ഏപ്രിൽ 22 ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള പഹൽഗാമിൽ വെച്ചിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള അമർനാഥിലേക്കുള്ള യാത്ര സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ കവറേജ് നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി നടത്തുന്ന ഈ ഓപ്പറേഷൻ ശിവ. ഇതനുസരിച്ച് ഇപ്പോൾ ഇന്ത്യൻ ആർമി
കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ ആണ് ഏറ്റെടുത്തിട്ടുള്ളത് സെക്യൂരിറ്റി എന്ന ലെവലിലേക്കുള്ള. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ശിവ 2025. ഓപ്പറേഷൻ ശിവ 2025 ഡ്രോൺ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സൈന്യം ഏതൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്? കൗണ്ടർ അൺമാൻഡ് എയറിയൽ സിസ്റ്റം CUAS, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം. അതായത് ഡ്രോൺ വഴിയുള്ള അറ്റാക്ക് അതിനെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ടെക്നോളജി, അതനുസരിച്ച് സിസ്റ്റംസ് ആണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി അമർനാഥ് യാത്രയിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് ഒരു ഡ്രോണും അറ്റാക്ക് ചെയ്യാൻ സാധിക്കാത്ത ലെവലുള്ള സിസ്റ്റമാണ് ഈ പറയുന്ന കൗണ്ടർ അൺമാൻഡ് എയറിയൽ സിസ്റ്റം CUASഉം ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം. അമർനാഥ് ഗുഹ ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അമർനാഥ് ഗുഹ. ഇത് ജമ്മു കാശ്മീരിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് അമർനാഥ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്? 3888 മീറ്റർ. അതായത് 12756 അടി ഉയരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അമർനാഥ്. അമർനാഥ് കേവിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഓപ്പറേഷൻ ശിവ വഴി ആ ഒരു സെക്യൂരിറ്റി കവറേജ് നൽകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഹരികൃഷ്ണൻ A ബിക്കംസ് ഇന്ത്യസ് 87th ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയുടെ 87ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി ഹരികൃഷ്ണ A. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചെസ്സിൽ ഇന്ത്യയുടെ 87ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഹരികൃഷ്ണൻ A. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. അതായത് ഹരികൃഷ്ണൻ A ഫ്രം തമിഴ്നാട്. അദ്ദേഹം ചെസ്സിലെ 87ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റർ ഉള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് തമിഴ്നാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ എന്നിവയെല്ലാമാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്. ചെസ്സിൽ ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരായിരുന്നു? ശ്രീഹരി LR. ശ്രീഹരി LR 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. തമിഴ്നാട് നിന്നാണ് ശ്രീഹരി LRഉം. അതുപോലെ തന്നെ ഹരികൃഷ്ണ Aയും 87ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ തമിഴ്നാടാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്നിപ്പോൾ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് തമിഴ്നാട് ആണ്. വളരെ പുറകിലാണ് മഹാരാഷ്ട്രയും വെസ്റ്റ് ബംഗാളും. ജിഞ്ചി ഫോർട്ട് ആൻഡ് ഇന്ത്യസ് മറാത്ത ഫോർട്ട്സ് നെയ്മഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ജിഞ്ചി കോട്ടയും ഇന്ത്യയിലെ മറാത്ത കോട്ടകളും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള പ്രദേശമാണ് ജിഞ്ചി ഫോർട്ടും ഇന്ത്യയിലെ മറാത്ത ഫോർട്ടും. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിലേക്ക് ചേർത്ത മറാത്ത സൈനിക ഭൂപ്രകൃതികളെ ഉൾക്കൊള്ളുന്ന 11 കോട്ടകൾക്കൊപ്പം വില്ലുപുരം ജില്ലയിലെ ഏത് കോട്ടയാണ്? ജിങ്കി കോട്ട. തമിഴ്നാട്ടിലെ വില്ലുപുരം ഡിസ്ട്രിക്റ്റിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടയാണ് ജിങ്കി കോട്ട. ജിങ്കി കോട്ടയും ഒപ്പം തന്നെ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിലെ 11 ഫോർട്ട്സ് ആണ്, 11 കോട്ടകളാണ് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത്. ഇതിലൂടെ ഇപ്പോൾ ഇന്ത്യയിൽ 48 സൈറ്റ്സ് ആണുള്ളത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് 2025 ജൂലൈ 11 യുനെസ്കോന്റെ ലോക പൈതൃക സൈറ്റായി ചേർത്ത ജിങ്കി കോട്ടയുടെ മറ്റൊരു പേരെന്താണ്? ട്രോയ് ഓഫ് ദി ഈസ്റ്റ്. ട്രോയ് ഓഫ് ദി ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോട്ടയാണ് തമിഴ്നാട് ജില്ലയിലെ വില്ലുപുരം ഡിസ്ട്രിക്റ്റിലെ ജിങ്കി ഫോർട്ട്. ഈ ഒരു ഫോർട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിരിക്കുകയാണ്. യുനെസ്കോന്റെ ലോക പൈതൃക കമ്മിറ്റിയുടെ ഏത് സെഷനിലാണ് ജിങ്കി കോട്ടയും മറാത്ത സൈനിക ഭൂപ്രകൃതിയും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളിൽ ചേർക്കാൻ തീരുമാനിച്ചത്? 47ാമത്തെ സെഷൻ. 47th സെഷനിലാണ് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ജിഞ്ചി ഫോർട്ടും മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പും അതിനെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2-3 വർഷത്തെ ഒരു പ്രയത്നമാണ് ഒരു സൈറ്റിനെ എടുത്തു കാണിച്ചുകൊണ്ട് യുനെസ്കോന്റെ ആ ഒരു ലിസ്റ്റിലേക്ക് എത്തിക്കാനും അതിനെ പിന്നീട് അംഗീകരിച്ചുകൊണ്ട് അതിനെ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നതും. ഇതനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യയിൽ 48ാമത്തെ സൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ ജിഞ്ചി ഫോർട്ടും മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിന്റെ 11 ഫോർട്ടിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 47ാമത് സെഷൻ 2025 ജൂലൈ 6 മുതൽ ജൂലൈ 16 വരെ എവിടെയാണ് നടന്നത്? പാരീസ്, ഫ്രാൻസ്.
ഫ്രാൻസിലെ പാരീസിലാണ് 47ാമത്തെ സെഷൻ യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി അത് കൂടിയിട്ടുള്ളത് ജൂലൈ 6 മുതൽ ജൂലൈ 16 വരെ. ഈ ഒരു കമ്മിറ്റിയിലാണ് ജിൻജി ഫോർട്ടിനെയും മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിനെയും ഇന്ത്യയുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് പോസ്റ്റിലെ ലാസ്റ്റ് ഹെഡിംഗ്, ഇഗ സ്വൈതെക് ഗ്രാബ്ഡ് ദി വിംബിൾട്ടൺ ടൈറ്റിൽ 2025. ഇഗ സ്വൈതെക് 2025 വിംബിൾട്ടൺ കിരീടം നേടി. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. ഇഗ സ്വൈതെക് അതുപോലെ തന്നെ മെൻസ് ഫൈനലും ഇന്നലെ അവസാനിച്ചു. ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് ആരാണെന്ന് വിജയിച്ചത്? ഇഗ സ്വൈതെക്, പോളണ്ട് സ്വദേശിയായിട്ടുള്ള ഇഗ സ്വൈതെക് ആണ് 2025 വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 വിംബിൾട്ടൺ വനിതാ സിംഗിൾസിൽ അമൻഡ അനിസിമോവക്കെതിരായ ഫൈനലിൽ ഇഗ സ്വൈതെക്കിന്റെ സ്കോർ എത്രയായിരുന്നു? 6-0, 6-0. വളരെ അപൂർവമായിട്ടുള്ള ഒരു സ്കോർ ആണ് 6-0, 6-0. 2025 വിംബിൾട്ടൺ വനിതകളുടെ ആ ഒരു മത്സരത്തിൽ ഇഗ സ്വൈതെക്കും അമൻഡ അനിസ്മോവയുടെ ആ ഒരു മത്സരത്തിൽ അമൻഡ അനിസ്മോവയ്ക്ക് ഒരു സെറ്റ് പോലും വിജയിക്കാൻ സാധിക്കാതെ 6-0, 6-0 പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പോളണ്ട് സ്വദേശിയായിട്ടുള്ള ഇഗ സ്വൈതെക് ആണ് വിംബിൾട്ടൺ ആദ്യമായിട്ട് നേടിയിട്ടുള്ളത്. കൂടാതെ 6 ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇഗ സ്വൈതെക്. കാർലോസ് അൽക്രാസിനെതിരെ ഫൈനലിൽ 2025 വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് ആരാണ് വിജയിച്ചത്? ജാനിക് സിന്നർ, ഇറ്റലിയുടെ ജാനിക് സിന്നർ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ആദ്യമായിട്ട് വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കുന്നത്. 2 പ്രാവശ്യം ചാമ്പ്യൻ ആയിട്ടുള്ള കാർലോസ് അൽക്കറാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജാനിക് സിന്നർ ഇറ്റലിയുടെ ഈ ഒരു കിരീടം കരസ്ഥമാക്കുന്നത്. മെൻസിലാണെങ്കിൽ ജാനിക് സിന്നർ ആണ് അൽക്രാസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വിമൻസിലാണെങ്കിൽ ഇഗ സ്വൈതെക് ആണ് അമൻഡ അനിസിമോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. എത്ര തവണ ഇഗ സ്വൈതെക് വിംബിൾട്ടൺ നേടിയിട്ടുണ്ട്? ആദ്യമായി ഫസ്റ്റ് ടൈം ആണ് ഇഗ സ്വൈതെക് ഇംഗ്ലണ്ടിൽ നടക്കുന്ന വിംബിൾട്ടൺ കിരീടം കരസ്ഥമാക്കുന്നത്. ഒപ്പം തന്നെ 6 ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇഗ സ്വൈതെക്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.